ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ ഭയപ്പെടുത്താൻ ഗൗതമോ ചന്ദ്രശേഖരോ കരുതുന്നുണ്ടെങ്കിൽ പ്രിയങ്കയുടെ കൊലപാതകത്തിൽ അവർ വ്യക്തമായി ഇൻവോൾവ് ആണ്. സോ ഇനി നമ്മളുടെ നീക്കങ്ങൾ അവര് രണ്ടുപേരെയും ആ സിയെയും കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കണം. മാഡം, കേട്ടിടത്തോളം ചന്ദ്രശേഖരൻ അതിബുദ്ധിമാനാണ്. അത് പറയാൻ ഞാൻ മാത്രം പോരാ, എന്റെ കൂടെ വേറൊരാളും ഉണ്ടാവണം. ഞങ്ങൾ ഒരുമിച്ച് വരാം. അതുവരെ സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. പോയിട്ട് വാ മോളെ, അമ്മ കൂടെയുണ്ട് എപ്പോഴും. ശരി. ഇത്രയും കുറഞ്ഞ നേരത്തിനുള്ളില് രാധികയിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടാക്കിയതില് ആരതിയെ സമ്മതിക്കണം. അല്ലേ ശ്യാമ? മോളെ ആരതി, നിന്നല്ല ഇപ്പൊ എന്റെ വിശ്വാസം മുഴുവനും. അത് ഞാൻ മാറ്റും. കുറച്ചു ദിവസം കഴിയുമ്പോ ചെറിയമ്മ പറയും രാധിക മോളെ എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന്. ഏത് പ്രതിസന്ധിയിലും അവള് പിടിച്ചു നിൽക്കുന്നു. ഒന്നനങ്ങാൻ പോലും മറ്റുള്ളവരുടെ അനുവാദം ചോദിക്കുന്ന പെൺകുട്ടികളുടെ കാലം കഴിഞ്ഞു ചെറിയമ്മേ. ഇപ്പൊ പെണ്ണിന്റെ ലോകം സ്വതന്ത്രമാണ്. രാധികയെ അങ്ങനെ ആയേ പറ്റൂ. ഏട്ടത്തിന്ന് ഇവിടെ മാറിയിരിക്കുന്നേ? ഒന്നുമില്ല ഉർവശി. അമ്മ അത് പറയണ്ട. ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൊന്നും അമ്മ സന്തോഷിക്കുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതെങ്ങനെയാ കൽപ്പനയെ സന്തോഷിക്കുന്നേ? അവര് ആറ്റുവാശ്ശേരി കുടുംബക്കാര് നമ്മളോട് ചെയ്യുന്നതിന് വല്ല നീതിയുണ്ടോ? ദേ, ഇപ്പൊ ദേവനാരായണൻ തിരുമേനി വന്ന് മാപ്പും പറഞ്ഞു. അതുകൊണ്ട് എന്താ കാര്യം? ചേച്ചിയെ വിവാഹം കഴിച്ചിട്ട് അനിയത്തിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് ചെറിയ കാര്യമാണോ? അതിലും വലിയ ചതി ഈ ലോകത്ത് വേറെ എന്താ ഉള്ളത്? അതെ, ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഇനി സംസാരിക്കണ്ട. അമ്മേ, സംസാരിക്കാതിരുന്നിട്ട് എന്ത് കാര്യ? അങ്ങനെ ഒരു ചതി ചെയ്ത കുടുംബത്തിൽ ഒരുത്തി ഇവിടെ വന്ന് നിന്നിട്ട് അവൾ എങ്ങനെയാ പെരുമാറിയെന്ന് നമുക്കറിയാലോ. ഇനി വരാൻ പോകുന്നവൾക്ക് അവളിൽ നിന്ന് എന്ത് വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നേ? ഏട്ടത്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഒരിക്കലും ഇങ്ങനൊരു കാര്യം സമ്മതിക്കില്ലായിരുന്നു. ഇതെന്താ, ലോകത്ത് വരണ്ട വേറെ പെണ്ണിനെ കിട്ടില്ലേ? ഒരു തവണ വിവാഹം കഴിച്ചെന്ന് കരുതി വരണെന്താ മോശമാണോ? ഏട്ടത്തി ഒരു വാക്ക് പറഞ്ഞാ മതി, ഈ നാട്ടിലെ സമ്പന്നമായ കുടുംബത്തിന്ന് വരുണ്ടാലോചന ഞങ്ങൾ കൊണ്ടുവരും. അമ്മേ, വരുൺ ആവേശം കാണിക്കുന്നുണ്ട്, അത് സത്യം. പക്ഷേ അത് താൽക്കാലികമല്ലേ? കുറച്ചു നാള് കഴിയുമ്പോ വരുൺ ചിന്തിക്കാൻ തുടങ്ങില്ലേ, എന്തിനാ ഇത്രയും ദാരിദ്ര്യവാസികളായവരുടെ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചതെന്ന്? നമുക്കിനി അവരുമായി ഒരു ബന്ധവും വേണ്ടമ്മേ. എല്ലാം അവസാനിപ്പിച്ചേക്ക്. അദ്ദേഹം എടുക്കുന്ന ഒരു തീരുമാനവും എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഏട്ടത്തി തള്ളിക്കളയണം. സംസാരിക്കേണ്ട സമയത്ത് സംസാരിച്ചേ പറ്റൂ. എന്തൊക്കെ പ്രശ്നങ്ങളാ ആ കുടുംബം കാരണം കണിമംഗലത്തുണ്ടായത്? നമ്മൾ ഈ വീട്ടില് ഒതുങ്ങി കഴിയുന്നുണ്ടല്ലേ? കണിമംഗലത്തെ കുറിച്ച് നാട്ടുകാർ എന്തൊക്കെ പറയുന്നു വല്ല നിശ്ചയമുണ്ടോ ഏട്ടത്തിക്ക്? കൊലപാതകത്തിന്റെ കാര്യവും അനിയത്തിയെ കെട്ടി ചേച്ചിയെ സ്നേഹിക്കുന്ന കാര്യമൊക്കെ നാട്ടുകാർ പറയുമ്പോ തൊലി ഉരിഞ്ഞു പോവാ. അമ്മേ, അമ്മയുടെ മുമ്പിൽ ഇപ്പൊ നല്ലൊരു സമയമുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെയും രാധികയുടെയും വരുണിന്റെ വിവാഹകാര്യം സംസാരിക്കാൻ
നമ്മൾ ആറ്റുവാശ്ശേരിയിൽ പോകുന്നൊരു ദിവസം അവിടെ വെച്ച് അമ്മ എല്ലാരോടുമായി പറയണം ഈ വിവാഹം അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന്. ആറ്റുവാശ്ശേരിക്കാരുമായി ഒരു ബന്ധം അമ്മ ആഗ്രഹിക്കുന്നില്ലെന്ന്. കല്യാണ ദിവസം ചെയ്തൊരു ചതിയിലൂടെ ഇത്രയും ദിവസം അവര് കണിമംഗലത്തുകാരെ അപമാനിച്ചില്ലേ? തിരിച്ച് അവരും ആ നാണക്കേട് എന്താണെന്ന് അനുഭവിക്കണം. നിങ്ങൾക്ക് പറയാൻ എളുപ്പോ? അത്രയും ദൂരം ചെന്ന് ആറ്റുവാശ്ശേരിയിൽ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? ഏട്ടത്തിക്ക് എന്താ ഒരു കാര്യം പറഞ്ഞാ മനസ്സിലാവാത്തത്? അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നത് നമ്മുടെ കാര്യമല്ലല്ലോ. നമുക്ക് വരണ്ട ജീവിതമല്ലേ വലുത്. ആ 1-2 വർഷം സന്തോഷത്തോടെ ജീവിച്ചാ മതിയോ? പോരല്ലോ. അവരുടെ ജീവിതം എന്നും സേഫ് ആയിരിക്കണ്ടേ? അത് വേണ്ടേ ഏട്ടത്തി? അമ്മയുടെ മനസ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അമ്മ അത് തുറന്നു പറയില്ലേ? നോക്കട്ടെ. കൽപ്പനെ, ഏട്ടത്തിക്ക് ഈ കാര്യം ഒട്ടും ഇഷ്ടല്ല. നമ്മളൊന്ന് മുറുക്കി പിടിച്ച നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഏട്ടത്തി ആറ്റുവാശ്ശേരി പെരുമാറും. ആ ഒരു സൂചന കിട്ടിയല്ലോ. ഇനിയേ ഞാൻ ഏറ്റു. ആറ്റുവാശ്ശേരിയിലെ തൊഴുത്തിന്ന് ഇനി ഒരുത്തി ഇവിടെ വന്ന് മേഞ്ഞ് നടക്കണ്ട. ഞങ്ങളെ ആക്രമിക്കാൻ വന്നവര് ഗൗതമിന്റെ നേതൃത്വത്തിലായിരുന്നുവെന്ന് രാധിക കൃത്യമായി കണ്ടതാ. മേഡം തനിച്ചു പോകണ്ടെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലേ? അതല്ല പ്രമോദ്, എന്നെ ഭയപ്പെടുത്താൻ ഗൗതമോ ചന്ദ്രശേഖരോ കരുതുന്നുണ്ടെങ്കിൽ പ്രിയങ്കയുടെ കൊലപാതകത്തിൽ അവർ വ്യക്തമായി ഇൻവോൾവ് ആണ്. സോ ഇനി നമ്മളുടെ നീക്കങ്ങൾ അവര് രണ്ടുപേരെയും ആ സിയെയും കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കണം. മാഡം, കേട്ടിടത്തോളം ചന്ദ്രശേഖരൻ അതിബുദ്ധിമാനാണ്. കണിമംഗലം കുടുംബത്തിന് നാശം വരുന്ന ഒരുപാട് കാര്യങ്ങൾ അയാൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷെ വരുണിനോ സൂര്യക്കോ അവരുടെ അച്ഛനോ അമ്മയ്ക്കോ അത് കണ്ടെത്താനായിട്ടില്ല. ദാറ്റ് മീൻസ് അത്രയും സൂക്ഷ്മമാണ് അയാളുടെ പ്ലാനിങ്ങുകൾ. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ? ശ്വേത, കുറ്റവാളികൾ എപ്പോഴും അവർക്കു ചുറ്റും ആർക്കും കടക്കാൻ പറ്റാത്ത വിധം ഒരു കോട്ട കെട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഏത് ക്രൈമിന്റെ പിന്നിലും ഒരുപാട് ബുദ്ധിയും ഒരു ബുദ്ധിശൂന്യതയും ഉണ്ടായിരിക്കും.